കൃത്യമായിട്ട് എത്ര ഉണ്ട് എന്നൊരു മകസർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മകസർ കണ്ടെടുക്കാൻ SIT വെപ്രാളപ്പെട്ട് ഓടി നടന്നു. അതിനോട് നിസ്സഹരിച്ചു ദേവസ്വം ബോർഡും അവിടുത്തെ ചീഫ് എഞ്ചിനീയർ ഓഫീസുകളൊക്കെ. ആ കള്ളക്കടത്തുകാരന്റെ പേര് പരാമർശിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ ആലോചിക്കണം. അതേ രീതിയിലുള്ള റോള് ഇവിടെ നടന്നിട്ടുണ്ട്. ഒറിജിനൽ സാധനങ്ങളെല്ലാം വെളിയിൽ പോയി. അതിന് കാരണക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക ആണ്. അതിന് ഉത്തരവാദപ്പെട്ടവര് അത് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തും സംശയ നിഴലിൽ. 2025-ലല്ല 2024-ലാണ് ദ്വാരപാലക ശില്പങ്ങളിൽ വീണ്ടും സ്വർണം പൊതിയാൻ നീക്കം നടന്നത് എന്നും അതിന് തിടുക്കം കൂട്ടിയെന്നും കണ്ടെത്തൽ. കോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണ് നടന്നത് എന്നും ഹൈക്കോടതി വിമർശിച്ചു. പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിൽ ഇല്ല എന്നും നിരീക്ഷിച്ച കോടതി PS പ്രശാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായും ഇന്നലെ കുറ്റപ്പെടുത്തി. 2024 സെപ്റ്റംബർ 3-ന് തിരുവാഭരണം കമ്മീഷണർ സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പാളികളിൽ വലിയ കേടുപാടുകൾ സംഭവിച്ചതായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് എന്നും നിറം മങ്ങിയിട്ടുണ്ട് എന്നും പ്ലേറ്റിംഗ് ഇളകിയതായും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ കത്ത് ലഭിച്ച ഉടൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് 2024 മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ്, അതായത് നവംബറിന് മുൻപ് എത്രയും പെട്ടെന്ന് പാളുകൾ നന്നാക്കി തിരിച്ചു കൊണ്ടുവരണം എന്ന് നിർദ്ദേശം നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു സ്പോൺസർ. 2024 മണ്ഡലപൂജയ്ക്ക് നട തുറക്കുന്നതിന് മുൻപേ ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കൊടുത്തുവിടാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉത്തരവുകളും പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ഇത്രയധികം ധൃതി കാണിച്ചിട്ടും 2024 പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. ഈ ധൃതി കെട്ടിച്ചമച്ച ഒന്നായിരുന്നുവെന്നും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജുഡീഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുകെട്ടാൻ വേണ്ടിയാണ് 2024 അത്തരമൊരു തിടുക്കം ദേവസ്വം ബോർഡ് കാണിച്ചത് എന്ന് കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഈ നിർണായക ഉത്തരവിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. സാർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തും ഇപ്പോൾ സംശയ നിഴലിലാണ്. സാർ നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. എങ്കിലും SITയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉയർന്നിരിക്കുന്നത്. പ്രശാന്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുമോ? തീർച്ചയായിട്ടും എത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രശാന്ത് നല്ല പിള്ള ചമയാനായിട്ട് ശ്രമിച്ചു. ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള അല്ലെങ്കിൽ ശബരിമലയിലുള്ള ഒരു സാധനവും വെളിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് മുൻഗാമികൾ കൊണ്ടുപോയ പോലെ തന്നെ ഇദ്ദേഹവും അയാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൊടുത്തു വിട്ടില്ല. പുള്ളി തന്നെ അത് നേരിട്ട് കൊടുത്ത് ചെന്നൈയിലേക്ക് കൊടുത്തയച്ചു. വലിയ ഉത്തരവാദിത്തം കാണിച്ചെന്നുള്ള രീതിയിലുള്ള പ്രസ്താവന കണ്ടു. വളരെ ബാലിശമായ പ്രസ്താവനകളാണ്. ശബരിമലയിലെ മുതല് നേരത്തെയുള്ള പ്രസിഡന്റുമാർ അവർ കടത്തിയപ്പോൾ ഇപ്പം വന്ന പ്രസിഡന്റ് അതേ രീതിയിൽ തന്നെ കടത്താൻ കൂട്ടുനിന്നു. ആ സാധനം വെളിയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് നേരത്തെ മുൻ പ്രസിഡന്റുമാർ കള്ളക്കളി കാണിച്ചു, സ്വർണം മോട്ടിച്ചു എന്ന് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യാത്തത്? സത്യസന്ധനാണെങ്കിൽ ഇപ്പോഴത്തെ PS പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യണ്ടേ? അത് നടന്നില്ല. അതേപോലെ വേറൊരു തന്ത്രത്തില് തൻ്റെ ഉത്തരവാദിത്ത ബോധം കൂടുതലായതുകൊണ്ട് താൻ തന്നെ നേരിട്ട് അത് ചെന്നൈയിൽ എത്തിച്ചു എന്നുള്ള വർത്തമാനം കേട്ടപ്പം ചിരിയാണ് നമുക്ക് തോന്നുന്നത്. കാരണം സത്യസന്ധനായി തീരാൻ വേണ്ടി അഭിനയിക്കുന്ന അത് നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് മുൻഗാമികൾ ചെയ്ത പോലെ താനും ചെയ്തിരിക്കുന്നു എന്ന് ഹൈക്കോടതി നിരീക്ഷണത്തിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് മോചനമില്ല. അദ്ദേഹവും ശബരിമലയിലെ പാളികള് അല്ലെങ്കിൽ ദാരുശില്പങ്ങള് അല്ലെങ്കിൽ കട്ടളപ്പാടി അതിൻ്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും പൂശാനും മറ്റുമായിട്ട് നേരിട്ട് കൊണ്ടുപോയി ചെന്നൈക്ക് കൊടുത്തു എന്നാണ് ഇപ്പം വരുന്ന വാർത്ത. 2025 സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുകയായിരുന്നു. 2024 മുതൽ 25 വരെ PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് നടത്തിയ നടപടികൾ അതീവ ദുരൂഹവും സൂക്ഷ്മമായ പരിശോധന അർഹിക്കുന്നതുമാണ് എന്നുമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ വൻ ദുരൂഹത നിലനിൽക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? വളരെയധികം ദുരൂഹത ഇക്കാര്യത്തിലുണ്ട്. കോടതിയുടെ നിരീക്ഷണം അതാണ്. നേരത്തെ ഞാൻ അതുകൊണ്ടാണ് അത് നേരത്തെ പറഞ്ഞത്. ഇതിനു മുമ്പുള്ള അവിടുത്തെ പ്രസിഡന്റുമാരും അതിനു മുമ്പുള്ള ദേവസ്വം ബോർഡ് മെമ്പേഴ്സും ഒക്കെ ഈ കള്ളക്കടത്തിന് കൂട്ടുനിന്ന് അതിനോട് ചേർന്ന് അവര് പ്രവർത്തിച്ചു.
അതിനൊരു തടസ്സം അവർക്കുണ്ടായില്ല. അത് ന്യായീകരിച്ച് നമ്മൾ കണ്ടു. അതേ രീതിയിൽ തന്നെയാണ് പ്രശാന്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മോഷണത്തിനുള്ള ഒരു വേദിയാണ്, അടിച്ചു മാറ്റാനുള്ള ഒരു സ്ഥലമാണ് എന്നൊക്കെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആ ഒരു ഡിഫൻസ് ഒരു തരത്തിലും അത് ചെലവാകില്ല. പ്രശാന്തും തീർച്ചയായിട്ടും പ്രതിക്കൂട്ടിൽ വരും. അവസാനം കൊടുത്തുവിട്ട സാധനം അതേ രീതി മടങ്ങി വന്നു. അന്നേരമെല്ലാം മാറ്റിയിട്ടുണ്ടോ? കാലാകാലങ്ങളിൽ അവിടുത്തെ ദാരുശില്പങ്ങളും അതിൻ്റെ മോൾഡുകളും കട്ടളപ്പടിയയിലും വാതിൽപ്പടിയയിലും എല്ലാം കടത്തിക്കൊണ്ടുപോയി അതിൽ നിന്നുള്ള സ്വർണം കുറച്ച് ഊറ്റിയിട്ട് ബാക്കി അത്യാവശ്യം പൂശി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ ഓരോ പ്രസിഡന്റുമാരും ശബരിമലയിലെ ജീവനക്കാരും ആ ദേവസ്വം ബോർഡ് മെമ്പർമാരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ഇത് സ്വർണ്ണക്കടത്ത് തന്നെ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാണ് ആ കാര്യം. സാർ, ഇന്നലെ ഹൈക്കോടതി ചോദിച്ച ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി അന്താരാഷ്ട്ര ക്രിമിനലായ സുഭാഷ് കപൂറിനെ പോലെ പുരാവസ്തു കള്ളക്കടത്തുകാരന്റെ രീതിയിലുള്ള ഇടപെടലാണോ ശബരിമലയിൽ നടത്തിയത് എന്നാണ് കോടതി ചോദിച്ചത്. മാത്രമല്ല, ശ്രീകോവിലിലുള്ള ഉരുപ്പടിയുടെ പകർപ്പുകൾക്ക് അന്താരാഷ്ട്ര ടെമ്പിൾ ആർട്ട് മാർക്കറ്റിൽ എന്ത് മൂല്യമാണ് ഉള്ളതെന്നും ഇത്തരം ഇടപാടുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നും ഹൈക്കോടതി ഗൗരവമായ രീതിയിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സാർ നേരത്തെ തന്നെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു, സ്വർണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടാകുമോ, അതേക്കുറിച്ച് അന്വേഷണം വേണമെന്നൊക്കെ. ഇപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണോ? തീർച്ചയായിട്ടും അതാണ് ഞാൻ ഹൈക്കോടതി പറഞ്ഞ ആ കള്ളക്കടത്തുകാരന്റെ ഇന്ത്യയിലെ ആർട്ട് സാധനങ്ങളെല്ലാം US കടത്തി അവിടെ ഒരു ഗാലറി ഉണ്ടാക്കിയ ആ കള്ളക്കടത്തുകാരന്റെ റോള് ശബരിമലയിൽ ആര് നിർവഹിച്ചു? 2019 അവിടുന്ന് കടത്തിയ ആ ദാരുശില്പങ്ങളും അതേപോലെ കട്ടളയും വാതിലും എല്ലാം വെളിയിലോട്ട് കൊണ്ടുപോകുന്ന എന്തിന്? കൊണ്ടുപോകുമ്പോൾ ആ ഒറിജിനൽ സാധനം വിജയമല്യയുടെ വിജയമല്യ നൽകിയ ആ സ്വർണം പൂശിയ ഒറിജിനൽ മോൾഡ്, അതാണ് വില. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വില അതിനുണ്ട്. ആ ഒരു സാധനം 2019 അവിടുന്ന് കടത്തി കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ത്യയിലെ ഏതെങ്കിലും ഇതുപോലെ വിലപിടിപ്പുള്ള ആർട്ടുകളും അതുപോലെയുള്ള പെയിന്റിങ്ങുകളും അതുപോലെയുള്ള പഴയ സ്റ്റാച്ചുകളും ഇന്ത്യയിൽ കടത്തുന്നവരെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കടത്തി പോകാൻ സാധ്യത കൂടുതലുണ്ട്. കാരണം ഇപ്പൊ 6 വർഷമായിട്ടുണ്ട്. അത് തന്നെയല്ല, ആ സാധനം കടത്തിയിട്ടില്ലെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒറിജിനൽ സാധനം എവിടെ വെച്ചു എന്ന് ചോദിച്ച് മനസ്സിലാക്കി ആ സാധനം റിക്കവർ ചെയ്യുന്നതാണ് മിടുക്ക്. അത് തന്നെയാണ് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അത് വലിയ പ്രാധാന്യം ആ വാക്കുകൾക്കുണ്ട്. ആ കള്ളക്കടത്തുകാരന്റെ പേര് പരാമർശിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ ആലോചിക്കണം. അതേ രീതിയിലുള്ള റോള് ഇവിടെ നടന്നിട്ടുണ്ട്. ഒറിജിനൽ സാധനങ്ങളെല്ലാം വെളിയിൽ പോയി. അതിന് കാരണക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക ആണ്. അയാളെ എവിടെ കൊണ്ടുപോയി അത് നിക്ഷേപിച്ചു, ആർക്ക് കൈമാറ്റം ചെയ്തു, അതിന് വലിയ എമൗണ്ടുകൾ കിട്ടി കാണാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ശബരിമലയിൽ 2.5 കിലോ സ്വർണം പൊതിഞ്ഞ വാതിലുകൾ എവിടെയെന്ന് കണ്ടെത്തണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിജയ് മല്യ നൽകിയത് 2.5 കിലോ സ്വർണം പൊതിഞ്ഞ വാതിൽ പാളിയാണ്. അഷ്ടാഭിഷേകം നടക്കുന്നിടത്ത് നിന്നാണ് ഇപ്പോൾ സ്ട്രോങ് റൂമിലുള്ള വാതിൽ പാളി കണ്ടെടുത്തത്. ഇത് യഥാർത്ഥ സ്വർണപ്പാളി തന്നെയാണോ എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. കണ്ടെടുത്ത സ്വർണപ്പാളി സ്വർണമല്ലെങ്കിൽ അതും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോയോ എന്നും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വാതിലും അല്ലെങ്കിൽ വാതിൽപ്പടിയൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റിക്കൊണ്ടുപോയോ? അത് ആദ്യം തന്നെ അവിടുന്ന് ദാരുശില്പി കട്ടിലപ്പടിയും ആ വാതിൽപ്പാളിയൊക്കെ കടത്തിയത് ഒറിജിനൽ സാധനം എവിടെയൊന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയുണ്ടെന്നാണ് ഹൈക്കോടതി പറയുന്നത്. അത് കൃത്യമല്ലേ? അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് കള്ളക്കടത്ത് സാധനങ്ങൾ കൊണ്ടുപോയാനുള്ള പേര് ഹൈക്കോടതി കൃത്യമായി പരാമർശിച്ചിരിക്കുക. ആ റോൾ ഇവിടെ ആര് ചെയ്തു? വലിയ വിലപിടിപ്പുള്ള കോടിക്കണക്കിന് രൂപയുടെ വില കിട്ടുന്ന ആ സാധനങ്ങൾ ഹൈക്കോടതിയിലെ കൃത്യമായ ഒരു ഒബ്സർവേഷനിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ശബരിമലയിൽ നിന്ന് കടത്തിയ ഒറിജിനൽ സാധനങ്ങൾ കണ്ടെടുക്കേണ്ട ഉത്തരവാദിത്തം SIT കൊണ്ട് അത് കണ്ടെടുത്ത് കഴിയുമ്പം തന്നെ എന്താണ് ഈ ശബരിമലയിൽ നടന്നത് എന്ന് കൃത്യമാവും. വളരെ ഫാസ്റ്റായിട്ട് SIT മുന്നോട്ട് പോകണം. കാരണം ഇത് തേച്ചു മാച്ച് കളയാനും ഇതിലേക്ക് ഉള്ള എവിഡൻസ് നശിപ്പിച്ച് കളയാനുള്ള ശ്രമം ധാരാളം നടക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, വിജയമല്യ അവിടെ എത്ര പൂശി
30 കിലോ തന്നെന്ന് പറയുന്നുണ്ട്, 38 കിലോയുടെ കണക്ക് വരുന്നുണ്ട്, 44 കിലോയുടെ കണക്കും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെ പൂശിയത് കൃത്യമായിട്ട് എത്ര ഉണ്ട് എന്നൊരു മകസർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മകസർ കണ്ടെടുക്കാൻ SIT വെപ്രാളപ്പെട്ട് ഓടി നടന്നു. അതിനോട് നിസ്സഹരിച്ചു ദേവസ്വം ബോർഡും അവിടുത്തെ ചീഫ് എഞ്ചിനീയർ ഓഫീസുകളൊക്കെ. ബലമായിട്ട് ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ അവിടെ പരിശോധന നടത്തി. ഇപ്പം 420 പേജുള്ള മകസർ കിട്ടി. ആ മകസറിനകത്ത് കൃത്യമായിട്ട് അവിടെ പൂശിയ സ്വർണത്തിന്റെ കണക്കുണ്ട്. 1565 ഗ്രാം ദ്വാരപാലക ശില്പത്തിൽ പൂശി, 2520 ഗ്രാം കട്ടിളപ്പടയിൽ പൂശി, ശ്രീകോവിലുള്ള ചുറ്റുമതിലുകളില് 4303 ഗ്രാം പൂശി, അങ്ങനെ 8387 ഗ്രാം എന്ന് പറഞ്ഞാൽ 8.5 കോടി രൂപയുടെ സ്വർണം അവിടെ പൂശിയിട്ടുണ്ട്. ഇപ്പോഴവിടെ ഇരിക്കുന്ന സാധനത്തില് എത്ര കോടി രൂപയുടെ അല്ലെങ്കിൽ എത്ര ഗ്രാം സ്വർണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് SITക്ക് കഴിയും. അത് തന്നെയാണ് ഈ കേസിന്റെ മർമ്മം എന്ന് പറയുന്നത്. ഒറിജിനൽ സാധനം അതുകൂടെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. സർ, ശരിക്കും ഇപ്പോഴത്തെ ഭരണസമിതി കൂടി സംശയ നിഴലിൽ വന്നതോടെ സർക്കാരും പ്രതിരോധത്തിലായോ? സർക്കാർ പ്രതിരോധത്തില് ആയോ എന്ന് പറയാറായിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ ഇതേപ്പറ്റി പറഞ്ഞപ്പം വളരെ പ്രിസൈസ്ഡായിട്ട് അളന്ന് തൂക്കിയാണ് അദ്ദേഹം സംസാരിച്ചത്. കാരണം അവിടെ ആരെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, അവരനുഭവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ സംരക്ഷിക്കാൻ പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ ശബരിമലയിൽ നടന്നത് കൃത്യമാണെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ടവര് അത് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്യാനും പോയില്ല, അവർ നിരപരാധിയാണെന്ന് പറയാൻ പോയില്ല. അതിന്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണം നടക്കട്ടെ, SIT നടക്കട്ടെ, കുറ്റക്കാരുണ്ടെ പിടിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നു മുഖ്യമന്ത്രി. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ പ്രിസൈസ്ഡ് ആയിട്ടാണ് അദ്ദേഹം ആ കാര്യത്തിൽ വളരെ വാക്കുകൾ ഉപയോഗിച്ചത് തന്നെ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ സാർ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനി മറ്റു കാര്യങ്ങൾ, അന്താരാഷ്ട്ര ഗൂഢാലോചനയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. വളരെയധികം നന്ദി സാർ.